നിങ്ങളിപ്പോൾ എന്നെ കൊണ്ടുപോകും ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് തടയാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിപ്പോൾ ആൾക്കാർ വരും. നിങ്ങൾ ഓരോരുത്തർക്ക് കൊണ്ടുപോകാൻ വണ്ടി കൊണ്ടുവന്നാൽ മതി. ആൾക്കാർ വരും. അപ്പോൾ ഓരോരുത്തർ കൊണ്ടുപോകാനായിട്ടേ വണ്ടി വന്നാൽ മതി. നിങ്ങളൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ആലോചിക്കും. ഓക്കെ ഓക്കെ ശരി ഓരോ വിഷമം വരുമ്പോൾ അറിയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം 10 മണി. ചാലക്കുടി സൗത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു വിജനമായൊരു സ്ഥിതിയിലാണ്. ബസ്സുകളൊക്കെ തന്നെ പടിഞ്ഞാറ് വശത്ത് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുടയിൽ ഇന്നലെ തന്നെ കൃത്യമായിട്ട് ഹർത്താൽ അനുകൂലികൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് ഇരിഞ്ഞാലക്കുടയിൽ ഹർത്താൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നുള്ളത് ഇന്നലെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് വന്ന് ഹർത്താൽ അനുകൂലികൾ അവിടെ നിന്ന് ബസ് തടഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചാലക്കുടിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്കുള്ള നാമമാത്രമായിട്ടുള്ള ബസ് സർവീസുകളാണ് പോകുന്നുള്ളൂ. 1-2 ബസ് സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. ബാക്കിയെല്ലാം സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് നിരത്തിയിട്ടിരിക്കുകയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഹർത്താൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് മാള ഭാഗത്താണ്. മാള ഭാഗത്ത് കടകൾ അടച്ചു, ബാങ്കുകൾ അടച്ചു. അവിടെ ബസ് ഓടിച്ച ബസ്സുകളെ തടഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ് മാളയിൽ ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്നത്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രക്ഷുബ്ധമായ സംഭവങ്ങൾ ഇല്ല എങ്കിൽ തന്നെയും ബസ് സർവീസുകളൊന്നും പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി ഇതാണ്. പല സ്ഥലങ്ങളിലേക്കും ബസ് സർവീസുകളില്ല. മേലൂർ, അടിച്ചിരി, പൂലാനി ഭാഗങ്ങളിലേക്ക് ബസ് ഓടുന്നുണ്ട്. കൊരട്ടി ഭാഗത്തേക്ക് ബസ് ഓടുന്നുണ്ട്. അത് അല്ലാതെ ഇരിഞ്ഞാലക്കുട, മാള അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊന്നും ബസ്സുകൾ വളരെ കുറച്ച് 1-2 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. സ്റ്റാൻഡിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞൊരു വിജനമായ സ്ഥിതിയിലാണ് ഇപ്പോൾ. കടകളൊക്കെ ചാലക്കുടിയിൽ തുറന്നിട്ടുണ്ട്, മറ്റ് സ്ഥാപനങ്ങളൊക്കെ ചാലക്കുടിയിൽ തുറന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഈ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ചാലക്കുടിയിലൊരു പ്രതീതി.